ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ 5 ബെസ്റ്റ് പടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. ആദ്യം ഫസ്റ്റ് തുടങ്ങുന്ന 5-ാമത്തെ ഏത് പടം തുടങ്ങി അങ്ങനെ ഒന്നിലേക്കാണ് എത്തുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ചേഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് ഇതല്ല വേറെ ഏതെങ്കിലും ആണ് ബെസ്റ്റ് പടം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു പടം ഏതാണെന്നാണ്. 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് തൂവാനം തുമ്പികളാണ്. ഈ ഒരു പടമാണ് 5-ാം സ്ഥാനത്ത് വന്ന് നിന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് വേറെ അധികം പടം 5-ാം സ്ഥാനത്ത് ഈ പടം അർഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് ഇതാണ് 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന പടം. ഇനി 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന പടം മോഹൻലാലിൻ്റെ ഏത് പടമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരതമാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പടമാണ്, ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ പോയി കാണേണ്ട പടമാണ്. ലാലേട്ടൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പടങ്ങളിൽ ഒരു പടമാണ് ഈ ഒരു ഭരതം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ലൊരു പടമാണ്, മസ്റ്റായിട്ട് പോയി കാണാവുന്നതാണ്. അടുത്ത 3-ാം സ്ഥാനത്തുള്ള ഒരു പടം എന്ന് പറയുന്നത് കിരീടമാണ്. ഈ ഒരു പടം എന്ന് പറയുമ്പോഴത്തേന് കുറേയധികം പേരെ കരയിച്ച ഒരു സിനിമയായിരിക്കും. അത്രമാത്രം എന്താ പറയുക, ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ട്രാക്കിൽ കൂടെ പോകുന്നൊരു പടമാണ്. പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമാക്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു പടമാണ്. സോ അതുകൊണ്ട് തന്നെ ഇതാണിപ്പോൾ 3-ാം സ്ഥാനത്ത് ലാലേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് പടങ്ങളിൽ വന്നേക്കുന്നത്. ഇനി 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏത് പടമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പടമാണ് ഇരുവരും എന്ന് പറയുന്നത്. ഇതും കുറേ അധികം പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ലാലേട്ടൻ്റെ പെർഫോമൻസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടമാണ് ഈ ഒരു സിനിമയെന്ന് പറയുന്നത്. കാരണം ലാലേട്ടൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, നല്ല രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് വേറെ ഉണ്ട്, ബട്ട് ഇത് വൺ ഓഫ് ദി ആണെന്ന് പറയാം. സോ ഇനി അടുത്ത 2-ാം സ്ഥാനത്ത് കഴിഞ്ഞിട്ട് ഇനി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയും ഭയങ്കരമായിട്ട് എന്താ പറയുക, അത്രമാത്രം ബെസ്റ്റായിട്ടുള്ള ഒരു പടമാണ് ലാലേട്ടൻ. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ഇതിനു വേണ്ടിയാണ് ലാലേട്ടൻ നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വാനപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതിലേത് പടമാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നുള്ളത് അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.